ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ത്രോട്ടിൽ മലയാളി. അപ്പം നമ്മൾ ഇന്നും ഒരു 3 ലാപ്പ് റേസാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ട്രാക്കും വണ്ടിയും വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വിൻറ്റേജ് സെറ്റപ്പ് ആണെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം ഒരു മോഡേൺ, നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് മിനി കൂപ്പർ JCW ആണ്. ഇതിന് പവർ ഫിഗർ വരുമ്പോഴത്തേക്കും ഏകദേശം ആദ്യം പവർ ഫിഗറിന് മുമ്പ് എൻജിൻ വരുന്നത് ഒരു ഇൻലൈൻ 4 സിലിണ്ടറാണ്. ട്രാൻസ്വേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. പവർ ഫിഗർ വരുമ്പോഴത്തേക്ക് ഒരു 400 പ്ലസ് ഹോഴ്സ് പവറും ടോർക്ക് വരുമ്പോൾ ഒരു 350 Nm ടോർക്കും വരുന്നുണ്ട്. പ്ലസ് നമ്മുടെ ഇന്നത്തെ വെതർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കും. ട്രാക്ക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള അഡ്ലൈഡ് എന്ന് പറയുന്ന ട്രാക്കാണ്. അതിനൊരു ഹിസ്റ്റോറിക്കും ഉണ്ട്, അതിനൊരു മോഡേൻ്റെ GB ട്രാക്കും ഉണ്ട്. അതിൻ്റെ അകത്ത് മോഡേൻ്റെ GB ട്രാക്കാണ് നമ്മൾ ഇന്ന് റൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള 3 ലാപ്പാണ്. പ്രാക്ടീസ് സെക്ഷൻ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ക്വാളിഫയിങ് 5 മിനിറ്റ് ഉണ്ട്. ഞാൻ ഈ ട്രാക്ക് അത് ഓടിച്ചിട്ടില്ല, കുറച്ചേ ഓടിച്ചിട്ടുള്ളൂ. ഒരു 3-4 ലാപ്പ് കണ്ടേ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല കർവ് വരുന്ന, അതും നല്ല ഒന്നാന്തരം കർവ് വരുന്ന ഒരു ട്രാക്കാണ്. ഓക്കെ, എനിവേസ് നമുക്ക് ക്വാളിഫയിങ്ങിലേക്ക് പോകാം. ക്വാളിഫയിങ് ടൈം എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 117 ആയിരുന്നു. ഈ കാറ്റഗറി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാനിതൊരു മെക്ലാറിൻ വെച്ചാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മെക്ലാറിനിൽ 117 ആയിരുന്നു ടൈം കാണിച്ചിരുന്നത്. ഞാൻ മെക്ലാറിനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 128 ആയിരുന്നു. അപ്പം അവസ്ഥ മനസ്സിലായല്ലോ എന്നാന്നുള്ളത്. ഓക്കെ, നമ്മുടെ ടയറും ബൈക്കും എല്ലാം തണുത്തായിരിക്കുന്നു. ഇനി അതെല്ലാം ചൂടാക്കണം. ഒടുക്കത്തെ ബെൻഡായിന് വളമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, സൂപ്പർ വളമാണ്. ഫസ്റ്റേ വരേണ്ട അവസ്ഥയാണ് ചില പലതരം. 11th ഈ ആൾക്കാർ ഫിനിഷ് ചെയ്യാണ്ട് താഴെ പോയോ. 13th ഇനിയും കുറച്ച് അമ്മമാരുടെ ഫിനിഷ് ചെയ്യാണ്ട്. 14th ഒരു 18 പ്രതീക്ഷ മതി. നമ്മളെവിടെയാ ആളെ വന്നാ അവിടെ പോയി. 9th ദൈവമേ, 9ാമത്തെ ആയാലോ. അതൊക്കെ എങ്ങനെ സംഭവിച്ചു? നമ്മൾ 9th കേട്ടോ. ഗ്രിഡ് പൊസിഷനാണ്. ഇതും മറ്റേപോലെ തന്നെ ഒരു എന്നാ പറയുന്നത് റോളിംഗ് സ്റ്റാർട്ടാണ്. നല്ല ബെസ്റ്റ് സ്ഥലത്താണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. കിട്ടും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഉടായ്പ പരിപാടിയൊന്നും ഇല്ല, നടക്കത്തില്ല. ബ്രേക്കിങ് സ്ലോ ചെയ്ത് കയറുകയെന്ന് തോന്നുന്നു. താങ്ക് യു. ബ്രേക്കിങ് ഓക്കെ. ഔട്ട് സൈഡ് ചെയ്യാം. ഇൻസൈഡ് കയറാമോ? ഇൻസൈഡ് കയറത്തില്ല, ഔട്ട്സൈഡ് കയറാം. പോലെ സാരമില്ല, ഇടിച്ചാലും സാരമില്ല. ഇൻസൈഡ് കയറാൻ പറ്റുമോ നോക്കാം. ഇൻസൈഡ് കയറാൻ പറ്റിയില്ല. പെട്ടെന്നേ ലിമിറ്റർ എത്തതേ വണ്ടി 80 തന്നെ കണ്ടിക്ക്. ഒരു പൊസിഷൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രേക്കിംഗ് ചൂട ബ്രേക്കിംഗ്
നേരെ കാല് കൊടുക്കാം. യെസ്, കുറച്ച് സെക്കൻഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കാം. ഈ ബ്രേക്കിംഗ് ഇച്ചിരാകത്തോട്ട് കയറാൻ പറ്റും. പക്ഷേ ഇൻസൈഡ് കയറാൻ പല പ്രാവശ്യം ഞാൻ നോക്കി. ഇൻസൈഡ് കയറാൻ നോക്കി, ഔട്ട് സൈഡ് കയറാൻ നോക്കി, ഒരു രക്ഷയില്ല. യെസ്, ഞാൻ നേരത്തെ ത്രോട്ടിൽ വന്നു, അതാണ് സംഭവിച്ചത്. പക്ഷെ അവൻ കയറി പോവാം. കമാൻ, ഗിയറൊന്നും ഇടാനില്ല. ത്രോട്ടിൽ ബാക്ക് ചെയ്തു. യെസ്, ചെറിയൊരു അടി കിട്ടിയില്ല. ഒരു പൊസിഷനോടെ മേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. 7th ലെറ്റ്. പോകല്ലേ. ബ്രേക്ക്. ലാസ്റ്റ് ലാപ്പിലേക്കകത്താണ്. ലാസ്റ്റ് ലാപ്പ് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ പഴയ അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇൻസൈഡ് കയറാൻ പറ്റും. ഇടിച്ച് കയ്യിൽ നിന്ന് പോയി. ഇവിടെ ബ്രേക്കിംഗ് പോയില്ല അമ്മാരുടെ ബ്രേക്കിംഗ് പോയില്ല. അതുകൊണ്ട് പിന്നെ സാരമില്ല. ഒരു പൊസിഷൻ പാസ്സായതുകൊണ്ട് കോൺസെൻട്രേറ്റ്. ബ്രേക്കിംഗ് അങ്ങനെ ഔട്ട് സൈഡ് കയറാൻ നോക്കി, നടന്നില്ല. അങ്ങനെ വിട്ടുകൊടുക്കൂല മാൻ. ഓക്കെ, നമ്മൾ 7th ഫിനിഷ് ചെയ്യും. തൊട്ടടുത്തെങ്ങും വണ്ടിയില്ല. ബ്രേക്കിംഗ്. സെവൻത്ത് ഫിനിഷ് ചെയ്തു. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.